ഒരു പ്രത്യേകത അവിടുത്തെ ഞങ്ങളുടെ കുടുംബത്തില് 34 അധ്യാപകരുണ്ട്. അതിൽ പ്രൊഫസറായിട്ട് ഞാൻ, എൻ്റെ ഒരു അനിയത്തി, 34 പേരാ. അതുകൊണ്ട് ടീച്ചർമാരുടെ കുടുംബം. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, അമ്മ മാനേജറായിരുന്നു സ്കൂളിൽ, അച്ഛൻ അധ്യാപകനായിരുന്നു, ജയിത്തറിൻ്റെ അച്ഛൻ അധ്യാപകർ, ജയിത്തറിൻ്റെ ബ്രദേഴ്സും ചേട്ടത്തിമാരും ഒക്കെ സ്കൂളുണ്ട്. ജയിത്തറിനൊക്കെ 2-3 സ്കൂളുണ്ട്. അപ്പം എല്ലാ പേരും കുട്ടികൾ 10ാം ക്ലാസ് കഴിയാൻ TTCക്ക് വിടാൻ ഉടനെ ജോലിയിൽ കഴിച്ചാൽ ജയിത്തറിൻ്റെ ഭാര്യയും ടീച്ചറാണല്ലോ. ആശ. അപ്പം അധ്യാപകരുടെ കുടുംബമായതുകൊണ്ടാ വെച്ചാൽ സമൂഹത്തിലൊരു സ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ മാഷന്മാരാണ്. ഈ ഞങ്ങളുടെ വീടുകളിലെ എല്ലാ പേരെയും വിളിക്കുക അല്ല മാഷ്, ഡോക്ടർ വിനോദമെങ്കിലും വിനോദം മാഷ്, ജയിത്രം മാഷ്, ഉദയം മാഷ്. ഒരു പ്രത്യേകത അവിടുത്തെ ഞങ്ങളുടെ കുടുംബത്തില് 34 അധ്യാപകരുണ്ട്. അതിൽ പ്രൊഫസറായിട്ട് ഞാൻ, എൻ്റെ ഒരു അനിയത്തി, 34 പേരാ. അതുകൊണ്ട് ടീച്ചർമാരുടെ കുടുംബം. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, അമ്മ മാനേജറായിരുന്നു സ്കൂളിൽ, അച്ഛൻ അധ്യാപകനായിരുന്നു, ജയിത്തറിൻ്റെ അച്ഛൻ അധ്യാപകർ, ജയിത്തറിൻ്റെ ബ്രദേഴ്സും ചേട്ടത്തിമാരും ഒക്കെ സ്കൂളുണ്ട്. ജയിത്തറിനൊക്കെ 2-3 സ്കൂളുണ്ട്. അപ്പം എല്ലാ പേരും കുട്ടികൾ 10ാം ക്ലാസ് കഴിയാൻ TTCക്ക് വിടാൻ ഉടനെ ജോലിയിൽ കഴിച്ചാൽ ജയിത്തറിൻ്റെ ഭാര്യയും ടീച്ചറാണല്ലോ. ആശ. അപ്പം അധ്യാപകരുടെ കുടുംബമായതുകൊണ്ടാ വെച്ചാൽ സമൂഹത്തിലൊരു സ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ മാഷന്മാരാണ്. ഈ ഞങ്ങളുടെ വീടുകളിലെ എല്ലാ പേരെയും വിളിക്കുക അല്ല മാഷ്, ഡോക്ടർ വിനോദമെങ്കിലും വിനോദം മാഷ്, ജയിത്രം മാഷ്, ഉദയം മാഷ്. ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് വരികയാണ് പറയുന്നത്. അവിടെ വലിയൊരു സ്ഥാനമാണ് കുമ്പളാറിൽ. ആള് കുമ്പളാർന്നല്ലാട്ടോ. അപ്പൊ വല്ല ഒത്തുതീർപ്പുകളൊക്കെ പോയി കഴിഞ്ഞ അവസാനം അങ്ങനെ കഴിയുമ്പോ അപ്പൊ മാഷെ മനസ്സിലായിട്ടില്ല, മാഷ വീടവിടെ ഞാൻ പറയിങ്ങനെ അടുത്തിരിച്ച് ഇത് കുമ്പളാർബൻ കിട്ടാന്ന് പറഞ്ഞു. അതില് കുറച്ച് കാര്യങ്ങളുള്ളതിൽ ഒന്ന്, 1950 ജനുവരി 26 എനിക്ക് 2.25 വയസ്സാണ്. അപ്പൊ വാദങ്ങളൊക്കെ മുട്ട് കേട്ടു. അച്ഛൻ ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്, അമ്മ അപ്പളയ്ക്കും മാനേജരും ടീച്ചർ പദവിയൊക്കെ രാജിവെച്ചു. കാരണം സുഖരപ്രസവം, 8 മക്കളാണ്. പിന്നെ സ്കൂളിന്റെ മാനേജർ എന്നുള്ളത് കാര്യം. അപ്പൊ 2.25 വയസ്സുള്ള ആള് ഞാൻ 1950 വന്ന് അച്ഛൻ വാതിലൊക്കെ തുറന്നപ്പോ പോലീസുകാരൻ പറഞ്ഞു, ഗവൺമെന്റ് ഉദ്യോഗവും തൻ്റെ ഒരു കമ്മ്യൂണിസവും. പച്ച കമ്മ്യൂണിസ്റ്റ് അല്ല, അച്ഛന് കമ്മ്യൂണിസ്റ്റ് ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അനിയൻ, നേരനിയൻ ഗോപാലകൃഷ്ണൻ താമസിച്ചിരുന്നത് അയാൾക്ക് കിട്ടിയ സ്വത്തൊക്കെ വിറ്റ് നാട്ടുകാർക്ക് വേണ്ടി ചെലവിയുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ എപ്പോഴും പോലീസ് അന്വേഷിക്കുക. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലബാറിൽ നിരോധിച്ചിരിക്കുക. അപ്പൊ ഇയാൾ രാത്രിയെങ്ങാൻ വരും, അമ്മേനെ വിളിക്കും. അമ്മ എപ്പോഴും കഞ്ഞി അല്ലെങ്കിൽ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അത് കഴിക്കും. ഞങ്ങളൊക്കെ കയറിയിരിക്കും. പാപ്പൻ വന്നിരിക്കുന്നു. പാപ്പന്ന് ഞങ്ങൾ ഒരാളും വിളിക്കുന്നില്ല, ഇളയച്ചൻ ചെറിയച്ചൻ എന്നൊക്കെ വിളിക്കാം. പക്ഷെ ഇയാളെ മാത്രം പാപ്പൻ നിന്ന്. അപ്പോ എല്ലാ പേരും കൂടി ചെന്നിരുന്നിട്ട് ഒക്കെ കഞ്ഞിയിലും ചോറിലൊക്കെ കൈയിട്ട് പോയി. ഈ കുട്ടികളുടെ മൂക്കിന്നൊക്കെ മൂക്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ അമ്മ വന്നില്ല, ഒന്ന് പോയാ ഗോപാലകൃഷ്ണ മാഷ് കുറച്ച് കഞ്ഞി വേലും കുടിച്ചോട്ടെ, ഒളിവിൽ വന്നിരിക്കുന്നതാണല്ലോ. അപ്പൊ ഈ ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് എഴുന്നേൽക്കും. അവരും കൂടി ഈ മൂക്കയൊക്കെ കൂടിയിട്ട് കുടിക്കാന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കഞ്ഞി വേണ്ടുള്ളൂ. അയാളാണ് 1950 അല്ലെ, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വന്ന് പോലീസുകാർ വന്നു, തുറന്നു, വാതിൽ തുറന്നു. ചുറ്റും പോലീസുകാരാണ്, എല്ലാ വാതിലുകളുടെ മുമ്പിലും പിന്നിലൊക്കെ പോലീസാണ്. ഇവിടെ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാളെ പിടിക്കാൻ വന്ന. അപ്പൊ അന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്തായാലും ഈ അടിമത്തം അധികം അനുഭവിക്കാൻ പറ്റില്ല, മലബാറിന്റെ കാര്യമില്ല എന്നുള്ള നിലയിൽ പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയ മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ചരിത്രകാരനായ പോത്തുംകടയിൽ എന്ന പ്രസിദ്ധമായ പേരുള്ള PK ഗോപാലകൃഷ്ണൻ, ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട് അദ്ദേഹത്തിന്റെ. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം, കേരളത്തിന്റെ ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നല്ല മനുഷ്യനായിരുന്നു, MLA ആയിരുന്നു നാട്ടികലൊക്കെ. അയാളുടെ നേതൃത്വത്തിൽ അയാളടക്കമുള്ള 17 പേരുടെ ഒരു ജാഥ അസ്വാതന്ത്ര്യത്തിനെതിരെ, പോലീസുകാരുടെ കുൽസിതമായ നീചമായ അടിച്ചമർത്തലുകൾക്കെതിരെ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കുന്നത്. ഇപ്പൊ ജാഥ പെരിഞ്ഞാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെടുന്നു.
പുറപ്പെടുമ്പോൾ ഈ പി.കെ. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അക്കാലത്ത് വലിയ പ്രായമായിട്ടില്ലാത്ത പിൽക്കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് പദവികൾ അലങ്കരിച്ച ഗോപാലകൃഷ്ണനോട് പറഞ്ഞു, സർദാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ അനിയൻ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ നീ പോരണ്ട, നീ വളരെ ചെറുപ്പല്ല, മാത്രമല്ല നിനക്ക് ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനിയും ബാക്കി കിടക്കുന്നതാണ്, ഇന്ന് പോകുന്നവരാരും തിരിച്ചു വരില്ല, അപ്പൊ അതുകൊണ്ട് നീ എൻ്റെ ഈ വാച്ച് നിനക്കെനിക്ക് ഒരു പെണ്ണെടുത്തു കൊടുത്തു ഗോപാലകൃഷ്ണൻ. അതാണ് പിന്നീട് ഒരു പാനിയുടെ കഥ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ 20 കഥകളിൽ പ്രസിദ്ധമായ ഒരു കഥയായിട്ട് D.M. പൊറ്റക്കാട്ട് എഴുതിയത്. ഒരു പാനിയുടെ കഥ. മരിക്കുമെന്ന് ഉറപ്പായിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ ചെന്നു, ജാഥ നയിച്ചു. പ്രതീക്ഷിച്ച സ്ഥലത്ത് തന്നെ ഗോവിന്ദൻ നമ്പ്യാർ എന്ന് പറയുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു. അയാൾക്ക് ഈ സാധാരണ വലിയ ബഹുമാനമാണ്, കാരണം മാഷാണ്, നല്ല പേഴ്സണാലിറ്റിയാണ്, വലിയ കൊമ്പം മീശയാണ്. സർദാർ പിരിഞ്ഞു പോകാൻ പറഞ്ഞു. സർദാർ പറഞ്ഞു, ജാഥ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടല്ല ഇവിടം വരെ നയിച്ചത്, എന്നാ ഞങ്ങൾ തിരിച്ചുവിടുന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അടി തുടങ്ങിയപ്പോൾ സർദാറും തിരിച്ച് അങ്ങോട്ടൊക്കെ അടിച്ചു. ഒരാൾക്കാരൊക്കെ ഓടിപ്പോയി. അവസാനം സർദാറിനെ കൊണ്ടുപോയി മതിലകത്ത് നിന്ന് വലപ്പാട് ലോക്കപ്പിൽ കൊണ്ടുപോയി. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഇയാൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻകുലാബ് സിന്ദാബാദ്. ഇപ്പൊ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കും. അന്ന് പറഞ്ഞു, ഇൻകുലാബ് മുർദാബാദ് എന്ന് വിളിച്ചാൽ തന്നെ വിടാന്ന് പറഞ്ഞു. ഞാൻ വിടില്ല. അങ്ങനെ നിബിഡമായിട്ട് ഇടതോർന്നു വളർന്നു നിന്നിരുന്ന കറുത്ത രോമങ്ങൾ ഓരോന്നോരോന്നായിട്ട് വലിച്ചു പറിച്ചെടുത്തിട്ടും സർദാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ അനിയൻ ഇൻകുലാബ് സിന്ദാബാദ് തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ നാടകത്തിൽ എനിക്ക് ഗവൺമെന്റിന്റെ ഒരു അവാർഡ് കിട്ടി, ചരിത്രത്തിന്റെ ചിരി. ഇദ്ദേഹത്തിന്റെ കഥ ഞാൻ നാടകമാക്കി. അതിന്റെ നായകനാണ് ജയത്രൻ. ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടി, ചരിത്രത്തിന്റെ ചിരി. അപ്പൊ ആ നാടകത്തിൽ ഞാനിത് എഴുതി. അദ്ദേഹം കിടക്കുന്ന കട്ടിലിന്മേൽ നിന്നാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് എന്ന് നാടകത്തിലൊരു കഥാപാത്രത്തെ കൊണ്ട് എഴുതിച്ചു. ഞാനിപ്പോഴും നിങ്ങളോട് പറയുന്നു, അദ്ദേഹം കിടന്നിരുന്ന കട്ടിലിന്മേൽ നിന്ന് തന്നെയാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഇരിഞ്ഞാലക്കുട MLA ആയിട്ട് ജനങ്ങള് അതിനു മുമ്പ് 15 വർഷം അവിടെ MLA ആയിരുന്ന തോമസ് ഉണ്ണിയാടിനെ തോൽപ്പിച്ചുകൊണ്ട് എന്നെ ജയിപ്പിച്ചത്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതല്ല, ഞാൻ ഈ കോൺഗ്രസ്സുകാരെ ഇഷ്ടമില്ല, ഒരാളും ഇഷ്ടം കയറുന്നില്ല. കോൺഗ്രസ് മഹത്തായ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസാര, ബാലഗംഗാധര നിസാരക്കാരന്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിസാരക്കാരന്. അവരൊക്കെ ചെയ്തിട്ടുള്ള മഹത്തായ ത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലവരും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല. അതിന് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അതിന് കമ്മ്യൂണിസ്റ്റ് ഇല്ലല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിച്ചത് ഡോക്ടർ ഹ്യൂമൺ, ഒരു ബ്രിട്ടീഷുകാരനാണ്. ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതാനുള്ള ഒരു സംഘടന രൂപീകരിച്ചിട്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കണമെന്ന് പറയുന്നത് ഡോക്ടർ ഹ്യൂമൺ. അയാളാണ് സംഘടന ഉണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885. അന്ന് SNDP ഒന്നുമില്ല. SNDP ഒക്കെ 1903 പിന്നെ 1907 SNDP ഒക്കെ വരും. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, ഞാൻ പറയുന്ന ഒരാള് പറയുമ്പോൾ അതിനുള്ള മാഷ് ആരാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, കോളേജിലായിരുന്നു, കോളേജ് പ്രിൻസിപ്പലായിരുന്നു, പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായിരുന്നു, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു, വെറും പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞാൻ. ഒരു രസം പഞ്ചായത്തിലൊന്ന് നിൽക്കുക. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു. ഒരു വാർഡിൽ വെറുതെ ഒരു രസം. ജീവിതമല്ല, എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കട്ടെ. എന്നും MLA ചെയ്യാൻ മാത്രം പറ്റില്ല, അല്ലെങ്കിൽ എന്നും മന്ത്രി ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാം വേണ്ട. അപ്പൊ കളികളിലൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ തന്നെ പറയാം, ഞാൻ യൂണിവേഴ്സിറ്റി വോളിബോളറായിരുന്നു, കേരളം മൊത്തം ഒന്നായിരിക്കുമ്പോൾ. അന്ന് കളിച്ചു നടന്നത് കുറെ കാലം. ജയിച്ചവരൊക്കെ അതിൽ ഡിഫൻഡായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പോയി 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 നമ്മൾ കുടുംബ ബന്ധങ്ങൾ നോക്കിയിട്ട് ഒരു തിയറി വന്നു. ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 700 കോടി ജനങ്ങളും 64 വീടുകളിൽ നിന്ന് വന്നവരാണ് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ആ 64 വീടുകളിൽ ഏതിലാണ് നമ്മളൊക്കെ ചെന്ന് പെടാന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഒരു വീട്ടിൽ നിന്ന് വന്നവരാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല, 10 വീട്ടിൽ നിന്ന് വന്നവരാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം 64 വീടുകളിൽ നിന്ന മനുഷ്യരാണ് ഇന്ന് ലോകത്തുള്ള 700 കോടി ജനങ്ങൾ എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ 64 എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു വീട്ടിലുള്ളവർ തന്നെ. അപ്പൊ അങ്ങനത്തെ വീട്, കുടുംബസംഗമം, എല്ലാ സങ്കുചിതമായ രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം. ഞാൻ അതാ സൂചിപ്പിച്ചു വന്നത്. അപ്പോ ഞങ്ങളുടെ നാട്ടില്, ഞാൻ അങ്ങനെ പറയുമ്പോൾ ക്ഷമിക്കാം, പല പഠനക്കാരുണ്ട്. ഇപ്പോ ഇത് ആലക്കോടൻ അല്ലേ, ഇവിടെ ആലക്കോടന്മാരാണ്, പിന്നെ മമ്പറമ്പൻ,
കുറേ ഉണ്ട്. അവരൊക്കെ വിളിച്ചാലേ ചിലരോടൊക്കെ ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. പിന്നെ അടുത്തൊരു മീറ്റിങ്ങിലാവാം എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരുന്നത് എന്നൊക്കെ ഉള്ള നിലയ്ക്കാണ്. അപ്പൊ ഈ പഠിപ്പിന് ഞാൻ പറഞ്ഞത് വീണ്ടും എനിക്ക് ഞാൻ സൂചിപ്പിക്കാനുള്ളത്, ഈ പഠിപ്പ്, അറിവ്, അതിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു മേധാവിത്വം സമൂഹത്തിൽ ചെലുത്തണം. ഇവിടെ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ മാഷായിരുന്നു, അമ്മ ടീച്ചറും മാനേജറായിരുന്നു. എൻ്റെ മൂത്ത ചേച്ചി ആദ്യകാലത്ത് ഞങ്ങളുടെ നാട്ടിലെ BEd പ്രിൻസിപ്പലായിട്ടാണ് ആദ്യം തന്നെ ജോയിൻ ചെയ്യുന്നത്, മൂത്ത ചേച്ചി. രണ്ടാമത്തെ ചേച്ചി BSc റാങ്ക് അഗ്രികൾച്ചർ മറ്റേ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. മൂന്നാമത്തെ ആള് ഡോക്ടർ വിനോദൻ. എൻ്റെ സ്വന്തം ചേട്ടൻ ഇതൊക്കെ പറയുന്നത്, എല്ലാവരും സ്വന്തക്കാരാണ്. നേരെ എൻ്റെ വീട്ടിൽ ഡോക്ടർ വിനോദൻ. അത് കഴിഞ്ഞിട്ട് സുഭ വീണ്ടും പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ താഴെ അവിടെ കോളേജ് പ്രൊഫസറായിട്ട് സെൻട്രൽ കോളേജിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു ജയ. പിന്നീട് രണ്ടുപേരും, ഒരാൾ ആയുർവേദ ഡോക്ടറും ഒരാൾ എംകോംകാരനാണ്. കുറച്ചു കാലം എംകോംകാരൻ കോളേജിലൊക്കെ ജോലി നോക്കി. പക്ഷെ പിന്നീട് നമ്മുടെ നാട്ടിലൊരു പുതിയ പ്രവണത കിട്ടുമല്ലോ, കാശിൻ സാറ്റൻ. അപ്പൊ അതിനുവേണ്ടി അവർ രണ്ടുപേരും ഗൾഫിൽ പോയി. ഇപ്പൊ ഗൾഫിലാണ് അവരുടെ കുടുംബമൊക്കെ, അവരുടെ മക്കളൊക്കെ ഗംഭീരമായ അവസ്ഥയിൽ അവരില്ല. വല്ലപ്പോഴും ഇടയ്ക്ക് വരും പക്ഷേ കാണാൻ ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ ഡോക്ടർ വിനോദിനെയൊക്കെ കാണാം. ഒരു കാര്യം സൂചിപ്പിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ഇപ്പോ കുമ്പളാണ്ടന്മാർ ഇടത്തിരുത്തി ആ സമൂഹത്തിൽ ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി മേധാവിത്വം ചെലുത്തുന്നുണ്ടെന്ന് അർത്ഥം. എന്തെങ്കിലും സംശയം വന്നാൽ ചോദിക്കാൻ വരിക, ഏതെങ്കിലും ആരെങ്കിലും ആവാത്തൊക്കെ വന്നിട്ട് വീട് കേട്ടിരുന്നുണ്ടെങ്കിൽ പറഞ്ഞു എങ്ങനെ, തുട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, കാശുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലല്ല, അറിവിന്റെ അടിസ്ഥാനത്തിൽ. എല്ലാവരും മാഷന്മാരായിരുന്നു എൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ ഈ പുതിയ നമ്മുടെ പണ്ട് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം ഇവിടെ നിന്ന് വന്നാണെന്നൊക്കെ. എന്തെങ്കിലും ഒരിക്കലും ഇങ്ങോട്ട് വരണം, എല്ലാവരും കാണണം, എല്ലാവരും പറയണം എങ്ങനെയാ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്, രണ്ട് സഹോദരിമാർ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നവരാണ് എന്നുള്ള കഥകളൊക്കെ ഉണ്ട്. കഥകളല്ല, യാഥാർത്ഥ്യമാണ്. അത് ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് തപ്പിയെടുത്തിട്ടുണ്ടെങ്കിൽ കുമ്പളമ്മമാരുടെ ചരിത്രമൊക്കെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ പഴയ കാലത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ. ഒരു ചരിത്രം എഴുതിണ്ടാക്കണം, അതെല്ലാ പേർക്കും പഠനപഠനമായിട്ട് നമുക്ക് എഴുതിണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങോട്ട് വരണം, പണ്ട് വന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇങ്ങോട്ട് വരണം എന്നുള്ള ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മാന്യരായ മിത്രങ്ങൾ വന്നത്. വളരെ സന്തോഷപൂർവ്വം ഉണ്ടായിരുന്ന പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ഒക്കെ കുടുംബാംഗങ്ങളാണല്ലോ. ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ തന്നെ എൻ്റെ ഒരു സ്വഭാവ വിശേഷം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. കോളേജ് പ്രിൻസിപ്പൽമാരൊക്കെ ആയിട്ടിരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു എന്ത് വേണം, അഡ്മിഷൻ വേണം, 80,000, 1 ലക്ഷം, 1.5, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മാനേജ്മെന്റ് അല്ല. അപ്പൊ ഇവര് കാളവണ്ടി നിർത്തിയിട്ട് ഒരാൾ കയറി വരും, അയാളുടെ ചാട്ടവാറൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത്രയ്ക്ക് ഒരു ഇതൊക്കെ ഉള്ളൂ. എന്നിട്ട് പറയും മോളുടെ മോൾക്ക് പേരക്കുട്ടിക്ക് വേണമെന്ന് അറിയാം. അപ്പൊ ഞാൻ പറയും സീറ്റൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾ പറയും എന്നാ ഞാൻ പോട്ടെ എന്നറിയാം. അപ്പൊ ഞാൻ പറയൂ നിൽക്കൂ, ഞാൻ എഴുന്നേൽക്കും, ആ കൈ ഇങ്ങോട്ട് തരാൻ പറയും. എന്ത് ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ കാണാൻ പോണില്ല. ഇപ്പൊ കണ്ടു, ഒന്ന് തൊട്ടു, ഞാനിങ്ങനെ സ്പർശിച്ച് തൊട്ടുപോകുന്ന ജനങ്ങളുടെ എണ്ണം കോടിക്കണക്കിനാവും. അതിലൊരെണ്ണം കൂടി +1 എന്നിടണം എനിക്ക്. അതായിരിക്കണം മഹത്തായ സംസ്കാരത്തിന്റെ ലക്ഷ്യം. ഒരു സംശയവും കൂടാതെ ഞാൻ പറയുന്നു, മഹത്തായ സംസ്കാരത്തിന്റെ കേരളത്തിലെ പ്രതിനിധികളായ പ്രാതിനിധ്യം വഹിക്കുന്ന കുടുംബങ്ങളിൽ ഒട്ടും പിന്നിലല്ലാതെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കുടുംബമാണ് കുമ്പളാപറമ്പിൽ. അതിന് തന്നെ വേണം പരിശ്രമം. സ്വന്തം വീട്ടിലേക്ക് മാത്രം നോക്കരുത്, സ്വന്തം കുടുംബത്തിലേക്ക് മാത്രം നോക്കരുത്. സ്വന്തം കുടുംബക്കാരനായിട്ട് നിന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, അവർക്ക് സന്തോഷം നൽകുന്നതിൽ, അവർക്ക് സംതൃപ്തി നൽകുന്നതിൽ, അവർ പതുക്കെ പതുക്കെ ഉയർന്ന് ഉന്നതങ്ങളായ 1ാം തരം പീഠങ്ങളിൽ ഇരിക്കുന്നത്, ആദരണീയരാകുന്നത്, അവരെ വളർത്തുന്നത്, അതിനൊക്കെ നമ്മൾ പങ്കുവയ്ക്കണം. അറിവായിരിക്കണം എല്ലാറ്റിൻ്റെയും ലക്ഷ്യം. നമ്മുടെ മാനദണ്ഡം അറിവായിരിക്കണം. അറിവിലൂടെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ അപൂർവങ്ങളായ കുടുംബങ്ങളിൽ ഇപ്പോൾ ഒട്ടും പിന്നിലല്ലാത്ത സ്ഥാനം അലങ്കരിക്കുന്ന കുമ്പളാപറമ്പിൽ കുടുംബം വരാനിരിക്കുന്ന ഭാവിയിൽ 1ാം സ്ഥാനം അലങ്കരിക്കുന്നതായി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്ഷീണമായ പരിശ്രമങ്ങളിൽ നിങ്ങളൊക്കെ തന്നെ നിരന്തരം വ്യാപൃതരാകണമെന്ന വിനയപൂർവമായ എൻ്റെ ഒരു കുടുംബാംഗത്തിന്റെ അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, സ്നേഹിതരെ നിങ്ങൾക്കൊക്കെ നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.